exposing to the sky. The summer was alive, going to the end of time. I can see the daylight. Eyes were perfect. Is it really the end? Just so like a stranger, so far away from me. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായില്ല നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി വ്ളോഗാണ്. വേറെ ഒന്നുമല്ല, ഓണൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ കുഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ അക്കയ്ക്ക് ഒരു ഷർട്ടോ ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഓണത്തിന് മേടിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ മേടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പോക്കറ്റ് മണി യൂസ് ചെയ്തിട്ടാണ് ഞാൻ മേടിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അക്കയ്ക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതൊന്ന് അക്കയ്ക്ക് ചൂസ് ചെയ്യാം. കാരണം ഞാൻ യൂഷ്വലി നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എപ്പോഴും ഞാൻ അക്കയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടാണ് വരാറ്. പക്ഷേ ഇത്തവണ വരുമ്പോൾ എനിക്ക് ട്രാവലിങ്ങിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് എനിക്ക് വാങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആളെ തന്നെ കൊണ്ടുപോയിട്ട് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് നോക്കിയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. നമുക്കെപ്പോഴും വേറൊരാൾ ഗിഫ്റ്റ് ചെയ്യുന്നതല്ലേ നമുക്ക് സ്വന്തമായിട്ട് പൈസ ഇപ്പം ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മൾ മേടിക്കണേക്കാളും സന്തോഷം നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു എക്സൈറ്റിംഗ് എലിമെൻറ്റ് നമുക്ക് വേറെ ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്യുമ്പം അതിന് വേറൊരു പ്രത്യേക ഒരു രസമുണ്ടെന്നാണ് എനിക്ക് തോന്നാറ്. എന്തായാലും നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് എനർജറ്റിക് ആയതിന് ശേഷം നമ്മുടെ ഷോപ്പിങ്ങിലേക്ക് കടക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെന്നെത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഫുഡി റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അവിടെ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ 2 ചായ മാത്രം മേടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വരുന്നത് കിങ് ഷെഫ് എന്ന് പറയുന്ന വേറൊരു കഫേയിലോട്ടാണ്. അവിടെ നിന്ന് കട്ട്ലേറ്റ് മേടിച്ചു. അങ്ങനെ കട്ട്ലേറ്റും കഴിച്ചിട്ട് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിപ്പോൾ പോകുന്നത് സിറ്റി സെൻറ്റർ മോളിലേക്കാണ്. മിർഡിഫ് സിറ്റി സെൻറ്റർ അതാണ് അതിൻ്റെ ഒരു പേര്. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് 2 പരിപാടികളുണ്ട്. ഷോപ്പിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ഇന്നൊരു മൂവിക്കും നമ്മൾ പോകുന്നുണ്ട്, സാഹസം മൂവി. അപ്പോൾ സാഹസത്തിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. നമുക്ക് എന്തായാലും ചെറിയൊരു ഷോപ്പിംഗ് ആണല്ലോ ഇന്നത്തെ ഒരു ഉദ്ദേശം. അപ്പോൾ ഷോപ്പിംഗ് നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പോയി നോക്കി, അക്കൊന്നും പിടിക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പോർട്സ് വെയർ പോലത്തെ സംഭവം നോക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ വന്നു. അപ്പോൾ അവിടെ നിന്നും പുള്ളിക്കാരന് അങ്ങനെയൊന്നും ഇഷ്ടപ്പെട്ടില്ല. അടുത്ത് പിന്നെ നമ്മൾ വന്നത് സാറയിലാണ്. സാറയിൽ പിന്നെ ഒരു ന്യൂട്രൽ കൈൻഡ് ഓഫ് കാര്യങ്ങളാണ് ഞാൻ ഈ ജെൻസിൻ്റെ കളക്ഷൻ കൂടുതലും കണ്ടിട്ടുള്ളത്. ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ബ്രൗൺ അങ്ങനെയുള്ള ബ്ലാക്ക് അങ്ങനത്തെ കളേഴ്സാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഒരു പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന കളർഫുൾ സംഭവങ്ങൾ വളരെ കുറവാണ് ഈ സാറയിൽ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങളാക്കി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്കിക്ക് അങ്ങനെ എന്താ പറയുക, ഓവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അങ്ങനെ മേടിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ട് പുള്ളിയുടെ മൈൻഡിൽ. അപ്പോൾ അത് ആണ് ഇപ്പോൾ, കാരണം ഞാനാണല്ലോ പേ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പോക്കറ്റ് മണി അങ്ങനെ കളയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം എന്തായാലും ഞാൻ എടുത്തു കൊടുത്ത സംഭവങ്ങളൊന്നും പുള്ളിക്കാരൻ ഇട്ട് നോക്കിയെങ്കിൽ പോലും അതൊന്നും വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അത് ഓരോ ഔട്ട്ഫിറ്റായിട്ട് ഇങ്ങനെ ഡ്രസ്സിങ് റൂമിൽ നിന്ന് ഇട്ടിട്ട് എന്നെ വന്നിങ്ങനെ കാണിക്കും, എന്നെ സമാധാനിപ്പിക്കാനായിട്ട്. പക്ഷേ എല്ലാതും ഇട്ടിട്ട് വന്നതും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാം നല്ല രസമായിട്ട് ഫിറ്റിംഗ് ഒക്കെ നല്ല പ്രോപ്പറായിരുന്നു അക്കയ്ക്ക് ഇട്ടപ്പം. പിന്നെ അക്കി പൊതുവെ അങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇടുന്നത് ഞാനും കണ്ടിട്ടില്ല. എപ്പോഴും അക്കിക്ക് ഇഷ്ടം ന്യൂട്രൽ ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ്. ഭയങ്കര പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന കളേഴ്സൊന്നും പുള്ളിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ സാറയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ H&Mലേക്കാണ് പോയത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി കോഡ്രോയ് മെറ്റീരിയലാണ്. ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ്. ഒരു വെൽവെറ്റി കൈൻഡ് ഓഫ് ടെക്സ്ചറൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ഷർട്ടിന്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഗ്യാപ്പിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വീഡിയോസ് എൻ്റെ എടുത്തു എന്നേ ഉള്ളൂ. അതിന് ശേഷം ഒക്കെ ഇട്ടിട്ട് വന്നത് ലൈറ്റ് ബ്ലൂ കളർ ഒരു സെയിം ഈ കോഡ്രോയ് മെറ്റീരിയൽ വരുന്ന ഷർട്ടാണ്. ഇതും നല്ല ഭംഗിയുണ്ട്. അതൊക്കെ ആക്ച്വലി ഈ ഷർട്ടൊക്കെ നല്ല
ഇട്ട് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ലൈറ്റ് ബ്ലൂ ആകുമ്പം കുറച്ച് ബോഡി ഫിറ്റായിട്ട് നമുക്ക് തോന്നും, പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേണോ അതോ ഗ്രീൻ കളർ സംഭവം എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നമ്മളിരിക്കുന്നത്. കാരണം ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഈ ഒരു കോർഡ്രോയ് മെറ്റീരിയൽ ഇല്ല. പിന്നെ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു. പക്ഷേ ബ്ലാക്കിന് എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നരച്ച പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടും. ഇപ്പം തന്നെ അതിൻ്റെ പ്രോപ്പർ ഒരു ബ്ലാക്ക് അല്ലത്, കുറച്ചൊരു ഫെയ്ഡ് ഓഫ് ചെയ്ത പോലത്തെ ഒരു ബ്ലാക്കാണ്. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് നമ്മൾ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഒന്നില്ലെങ്കിൽ ആ ലൈറ്റ് ബ്ലൂ എടുക്കും, അല്ലെങ്കിൽ ആ ഡാർക്ക് ഗ്രീൻ എടുക്കും. എന്തായാലും അക്കിക്ക് ഏതാണ് ഇഷ്ടമായി നമുക്ക് ചോദിക്കാം. ഇവിടെ ഏതാ ഇഷ്ടപ്പെട്ടെ? ആ ഗ്രീനോ? അങ്ങനെ നമ്മൾ ബ്ലൂ ആണ് കേട്ടോ എടുത്തത്. കാരണം ഗ്രീൻ അക്കിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു കമൻറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ അതാണ് ഞാൻ മേടിച്ചു കൊടുത്ത കുഞ്ഞ് ഒരു ഗിഫ്റ്റ് കേട്ടോ. ഡൂഡു ഇഷ്ടായാ? പറ. അങ്ങനെ അക്കയ്ക്കുള്ള സാധനമൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ മൂവിക്കാണ് പോയത്. സാഹസം എന്ന് പറയുന്ന മലയാളം മൂവി. അത് കുറച്ച് ഇങ്ങനെ ഫണ്ണി മൂവി ആയിട്ടൊക്കെ ഞാനിങ്ങനെ ട്രെയിലറൊക്കെ കണ്ടപ്പോഴും പിന്നെ ഓണം മൂഡ് ആ സോങ്ങൊക്കെ കേട്ടപ്പോൾ എനിക്കെന്തോ കാണണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അക്കയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ടൈമിൽ ഭയങ്കര സന്തോഷമുള്ള പടങ്ങളൊക്കെ കാണുമ്പം ഒരു നല്ല ഫീൽ ഗുഡ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് സാഹസത്തിന് പോയത്. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ ആ പടം. എന്തായാലും മൂവിയും കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് കോഴിക്കോട് സ്റ്റാർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇത് അൽക്കുസീസിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്, നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്. കറക്റ്റ് നമുക്ക് പാർക്കിംഗ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിട്ടി. അങ്ങനെ യൂഷ്വലി കിട്ടാറില്ല, പക്ഷേ ഇത് നല്ല ഒരു പാർക്കിങ്ങും കിട്ടി. ഇനി നമുക്ക് സമാധാനമായിട്ട് നമ്മുടെ ഡിന്നർ കഴിക്കാം. മെനു ഒക്കെ നമ്മളിങ്ങനെ നോക്കുമെങ്കിലും അക്കി പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്യുക പുട്ട് മതി എന്നാണ്. അപ്പോൾ നമ്മൾ പുട്ടാണ് ഓർഡർ ചെയ്തത്. പിന്നെ 2 പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കുഞ്ഞുമത്തിയുടെ മുളകിട്ട കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പൊറോട്ടയൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് വേറൊരു കറിയും കൂടി അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ 2 സ്ട്രോങ് ചായയും കൂടിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിന്നർ. അപ്പോൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ഒരു ഡെസ്റ്റിനേഷനിലും കൂടി പോകാനുണ്ട്. അതെങ്ങോട്ടാണെന്നല്ല, എനിക്ക് ഈ ഓണം ആയതുകൊണ്ട് തന്നെ ഒക്കെ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ എല്ലാ ഡ്രസ്സൊന്നും ഇപ്പോൾ എനിക്കങ്ങനെ കയറുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ കണ്ട ഇതിന് മുമ്പും ഞാൻ അവരുടെ ഇതിൻ്റെ അകത്തുനിന്ന് മേടിച്ചിട്ടുണ്ട്. ഈഹ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആലപ്പുഴയിലുള്ള ഒരു ടെക്സ്റ്റൈൽസാണത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഓൺലൈനായിട്ട് എപ്പോഴും മേടിക്കാറുണ്ട്. അവരുടെ തന്നെ ദുബായ് ബ്രാഞ്ചിൽ, ദുബായി ഉണ്ട്, അവർക്ക് ഷാർജയുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് ഷാർജ ബ്രാഞ്ചിലോട്ടാണ്. അപ്പം അവിടെ പോയി അതൊരു ഓൾമോസ്റ്റ് ഈ ഓണം ആയതുകൊണ്ട് ഒരു 12 o'clock വരെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്, ഞാൻ വിളിച്ച് ചോദിച്ചപ്പം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കാരണം ഇനിയിപ്പോൾ അതിന് ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റ് മേടിക്കാൻ ഇനി വേറെ ദിവസം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെയും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി അങ്ങോട്ട് കഴിയുമല്ലോ. ഇവരുടെ മാത്രമാണ് ഞാൻ കഫ്താൻ ഇതേപോലെ ഓണത്തിൻ്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടത്. പിന്നെ ഞാനിത് മേടിച്ചതിന് ശേഷം പിന്നെ വേറെ കുറേ ദുബായ്, ഷാർജ ഇതേപോലെ സ്റ്റോഴ്സിൽ ഞാൻ കഫ്താൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു കുറച്ച് സിമ്പിളായിട്ട് എന്നാൽ നമ്മുടെ സെറ്റ് സാരി, സെറ്റ് മുണ്ട് അങ്ങനത്തെ ആ ഒരു ഔട്ട്ഫിറ്റിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന രീതിയിലത്തെ ഒരു കഫ്താനാണ്. പിന്നെ നമുക്ക് ഇത് ഓണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രഡീഷണൽ പരിപാടിക്കൊക്കെ ഇടാനുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ പോയിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇടാൻ നല്ലൊരു ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവം ഈ ഒരു കഫ്താൻ തന്നെയാണ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ 2 പേരുടെയും ഓണം ഔട്ട്ഫിറ്റ് ഇവിടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അക്കയ്ക്ക് ഞാൻ ഓണത്തിന് വേണ്ടിയിട്ടല്ല മേടിച്ചത്, അത് ഞാൻ ചുമ്മാ മേടിച്ചതാണ്. എനിക്കിത് ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ് എനിക്കാക്കി മേടിച്ച് തന്നത്. എന്തായാലും നമ്മളതൊക്കെ മേടിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. ഇഷ്ടപ്പെട്ടോ ഷർട്ടൊക്കെ? ഇനിയും പോണ്ടേ ഷോപ്പിങ്ങിന്? ആഴ്ച ഉണ്ട്, എല്ലാം മാസമാക്കാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ ഓണത്തിൻ്റെയും
നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.